Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. സർവേഷാം നമസ്കാരഃ. മമ നാമ MV ലസിതാ കുമാരി, ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃതാധ്യാപിക അസ്മി. എന്റെ പേര് MV ലസിതാ കുമാരി, ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപികയാണ്. നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ: അദ്രിജ വിനോദ്, സൂര്യനന്ദ PP, സ്കൂൾ PRM കൊളല്ലൂർ HSS. ടീം ബി: അഭിരാം KK, ശിവാനി AV, JHSS കണ്ണാടിപ്പറമ്പ. ടീം സി: ദേവനന്ദ സുനിൽ, ദിയ KV. ഞങ്ങൾ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാനൂരിൽ നിന്ന് വരുന്നു. ടീം ഡി: അനന്യ VV, ശ്രീനന്ദ C, സ്കൂൾ GGVHSS ചെറുകുന്ന്. ടീം ഇ: ദേവനന്ദ NK, അമൃത H, ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ. എല്ലാവർക്കും റേഡിയോ ടീച്ചർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സംസ്കൃതത്തിലെ അഷ്ടമഹാപാഠഃ ശിവാസ്തേ സന്തു പന്ഥാനഃ നവമഃ പാഠഃ ഈശോപദേശഃ എന്നീ 2 പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും നല്ലതുപോലെ ചോദ്യങ്ങൾ കേൾക്കുക, ശ്രദ്ധിച്ച് ഉത്തരം പറയുക. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ് നൽകുക. ഒരു ടീമിനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീമിന് ഉത്തരം അറിയില്ല എങ്കിൽ തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്യും. അവർക്ക് 3 മാർക്ക് വീതമാണ് നൽകുക. പിന്നീട് അത് പാസ് ചെയ്യുകയില്ല. നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. ഒന്നാമത്തെ റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം എയോടാണ്. ശിവാസ്തേ സന്തു പന്ഥാനഃ ഇതി പാഠഭാഗഃ കസ്മാത് നാടകാത് സ്വീകൃതഃ. ശിവാസ്തേ സന്തു പന്ഥാനഃ എന്ന പാഠഭാഗം ഏത് നാടകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളാത് എന്ന് വേണം പറയാൻ. കസ്മാത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടീം എക്ക് 5 മാർക്ക് ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. അഭിജ്ഞാന ശാകുന്തളസ്യ കർത്താ കഃ? കാളിദാസഃ. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 മാർക്ക് കിട്ടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോടാണ്. പന്ഥാനഃ ഇത്യസ്യ സമാനാർത്ഥകം പദം കിം? പന്ഥാനഃ എന്ന പദത്തിന്റെ സമാനാർത്ഥ പദം എന്താണ്? മാർഗഃ. ഉത്തരം സമീചീനം. ടീം സിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ശിവാസ്തേ സന്തു പന്ഥാനഃ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്. ഇതില് ഉള്ള ക്രിയാപദം നമുക്കറിയാം അല്ലെ? സന്തു എന്നാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്. സന്തു ഇത്യസ്യ ലകാരഃ കഃ? ലട്ട്. ടീം ഡി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം ഇയിലേക്ക് പാസ് ചെയ്യുന്നു. ഋട്ട് അല്ല. ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ പറയാം. അതായത് ശിവാസ്തേ സന്തു പന്ഥാനഃ എന്ന വാക്യത്തിലുള്ള ക്രിയാപദമാണ് സന്തു എന്നതല്ലേ? അപ്പോ സന്തു എന്നത് ലോട്ടുലകാരത്തിലാണ്. ഭവന്തു എന്നാണ് അർത്ഥം വരുന്നത്. ലോട്ടുലകാരം ആജ്ഞയെ സൂചിപ്പിക്കുന്നതാണ്. അതായത് നമ്മുടെ ശകുന്തളയെ ഭർതൃഗൃഹത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കണ്ണു മഹർഷി പറയുന്ന വാക്കുകളാണല്ലേ. നിന്റെ മാർഗം മംഗളകരമായി ഭവിക്കട്ടെ എന്ന് പറയുന്നുണ്ടല്ലേ. 2 ടീമിനും ഉത്തരം അറിയില്ല. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ശിവാസ്തേ ഇത്യസ്യ പദച്ഛേദഃ കഃ? ശിവാഹ അധികം തേ.
ഉത്തരം ശരിയാണ്. ശിവാസ്തേ എന്നത് പദച്ഛേദം ചെയ്യുമ്പോൾ ശിവാഹ അധികം തേ എന്നാണ് വരുന്നത്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. അഭിജ്ഞാന ശാകുന്തളസ്യ ഇതിവൃത്തം കസ്മാത് ഗ്രന്ഥാത് സ്വീകൃതം? മഹാഭാരതം. മഹാഭാരതാത്. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. അഭിജ്ഞാന ശാകുന്തളെ കതി അംഗാഹ സന്ധി? അഭിജ്ഞാന ശാകുന്തളത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ട്? സപ്താംഗാഹ. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. കാവ്യേഷു ഡാഷ് രമ്യം? കാവ്യങ്ങളിൽ വെച്ച് എന്താണ് മനോഹരമായിട്ടുള്ളത്? നാടകം. നാടകം. ഉത്തരം ശരിയാണ്. കാവ്യേഷു നാടകം രമ്യം. തത്ര ശാകുന്തളം മതം ശാകുന്തളെ ചതുർത്ഥോ അംഗഃ തത്ര ശ്ലോക ചതുഷ്ടയം എന്ന് പറയുന്നുണ്ട്. അതായത് കാവ്യങ്ങളിൽ വെച്ച് നാടകമാണ് മനോഹരമായിട്ടുള്ളത്, അതില് ശാകുന്തളമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ശാകുന്തളത്തിലെ 4ാമത്തെ അംഗം, അതിലുള്ള 4 ശ്ലോകങ്ങളും മനോഹരമായിട്ട് കാളിദാസൻ വർണ്ണിച്ചിട്ടുണ്ട്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. അഭിജ്ഞാന ശാകുന്തളെ നായിക ക? അഭിജ്ഞാന ശാകുന്തളത്തിലെ നായിക ആരാണ്? ശകുന്തള. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ദുഷ്യന്തനാണെന്നറിയാം. എന്റെ ചോദ്യം ഇതാണ്. ദുഷ്യന്തഃ കസ്മിൻ വംശേ ജാതഃ? ദുഷ്യന്തൻ ഏത് വംശത്തിൽ പിറന്ന ആളാണ്? സൂര്യവംശം. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം ഇയിലേക്ക് പാസ് ചെയ്തിരിക്കും. പുരുവംശം. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 3 പോയിന്റ്. നമ്മുടെ ആദ്യ റൗണ്ട് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നമുക്ക് പോയിന്റ് നില പരിശോധിക്കാം. ടീം എ 5 പോയിന്റ്, ടീം ബി 10 പോയിന്റ്, ടീം സി 10 പോയിന്റ്, ടീം ഡി 5 പോയിന്റ്, ടീം ഇ 13 പോയിന്റ്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം ടീം എയോടാണ്. മഹാകവേഹേ കാളിദാസസ്യ വിശ്വപ്രസിദ്ധം നാടകം കിം? മഹാകവി കാളിദാസന്റെ വിശ്വപ്രസിദ്ധമായ നാടകം ഏതാണ്? അഭിജ്ഞാന ശാകുന്തളം. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. അതായത് കാളിദാസൻ 3 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം. അതിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. കാളിദാസന്റെ പ്രതിഭയാലും വാഗ്വിലാസത്താലും ശോഭിക്കുന്ന നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ശകുന്തളാ ദുഷ്യന്തൗ കേന വിധിന പരിണീതൗ? ശകുന്തളയെ ദുഷ്യന്തൻ ഏത് വിധിപ്രകാരമാണ് പരിണയിച്ചത്? ഗാന്ധർവ വിധിന. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. കസ്യ ശാപസ്യ പ്രഭാവേന ദുഷ്യന്തഃ ശകുന്തളാം വിസ്മൃതവാൻ? ആരുടെ ശാപത്തിന്റെ പ്രഭാവത്താലാണ് ദുഷ്യന്തൻ ശകുന്തളയെ മറന്നുപോയത്? ദുർവാസഹ. ശരിയാണ്. ദുർവാസ മഹർഷി. അതായത് അഭിജ്ഞാന ശാകുന്തളത്തിൽ ദുർവാസ മഹർഷിയെ കാളിദാസൻ ചിത്രീകരിക്കുന്നുണ്ട്. അതില് ശകുന്തളയെ ദുഷ്യന്തൻ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ചതിനു ശേഷം അവൾ ദുഷ്യന്തനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ദുർവാസ മഹർഷിയുടെ വരവ്. അപ്പോൾ ഋഷി പറയുന്ന വാക്കുകളാണ് സ്മരിഷ്യതി ത്വാം നസാ ബോധിതോപി സൻ എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റൊന്നിലും മനസ്സിരുത്താതെ ആരെ ഓർത്തിട്ടാണോ തപോധനനായ ഞാൻ വന്നതുപോലും നീ അറിയാതിരുന്നത്, എത്ര ഓർമ്മപ്പെടുത്തിയാലും നിന്നെ ഓർക്കാതെ പോവട്ടെ എന്നാണ് ദുർവാസ മഹർഷി ശപിച്ചത്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. കിമർത്ഥം ഗതഃ ദുഷ്യന്തഃ യദൃച്ഛയാ കണ്ണു തപോവനം പ്രവിവേശ? എന്തിനു വേണ്ടിയാണ് ദുഷ്യന്തൻ യദൃച്ഛയാൽ കണ്ണന്റെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചത്?
മൃഗയാർത്ഥം. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ശകുന്തളായാഹ പ്രിയ സഖ്യൗ നാമ കിം? ശകുന്തളയുടെ പ്രിയ സഖിമാരുടെ പേര് എന്തെല്ലാമാണ്? അനസൂയ, പ്രിയംവദ. ഉത്തരം ശരിയാണ്. നമ്മുടെ കാളിദാസൻ ഓരോ കഥാപാത്രങ്ങൾക്കും നല്ല രീതിയിലുള്ള ഉചിതമായ രീതിയിലുള്ള പേര് തന്നെയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയംവദ, പ്രിയം മാത്രം പറയുന്നവളാണ്. അനസൂയ എന്ന് പറയുന്നത് അസൂയ ഒട്ടും തന്നെ ഇല്ലാത്തവളാണ് അനസൂയ. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യവും ടീം ഇയോട് തന്നെയാണ്. ശകുന്തളായാഹ ധാത്രി ക? ശകുന്തളയുടെ വളർത്തമ്മ ആരാണ്? ഗൗതമി ശരിയാണ്. അതായത് ശകുന്തളയുടെ വളർത്തച്ഛനാണ് കണ്വ മഹർഷി. അവിടെ ഗൗതമിയാണ് വളർത്തമ്മയായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. അഭിജ്ഞാന ശാകുന്തളത്തിലെ മുഖ്യ രസഹ കഹ? ശൃംഗാര. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. സംബോധനാ രൂപമാണ്. വത്സ ഇതി ത്വയാ മദ്വജനാത് സ രാജ വക്തവ്യഃ ഇതി വാക്യേ സംബോധനാ പദം കിം? വത്സ. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. മമ വചനാത് മദ്വചനാത് ഏവം ചെയ്ത് തവ വചനാത് ഡാഷ്? തദ്വചനാത്. ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം എയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. തവ വചനാത്. ഉത്തരം തെറ്റാണ്. ആർക്കെങ്കിലും അറിയാമോ? ഉത്തരം ആരും പറഞ്ഞില്ല. ത്വത് എന്നായിരുന്നു വേണ്ടത്. മമ വചനാത് മദ്വചനാത് എന്റെ വാക്കിൽ നിന്ന്. അപ്പോ തവ വചനാത് ത്വദ്വചനാത്. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ടീം എയോട്. ഒരു ശ്ലോകമാണ്. അതായത് കണ്വ മഹർഷി ശാർംഗരവനോട് പറയുന്ന വാക്കുകളാണ്. എന്റെ വാക്കുകളായിട്ട് നീ രാജാവിനോട് പറയണം എന്ന രീതിയിൽ. അതായത് ശകുന്തളയെ ഭർതൃഗൃഹത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അസ്മാൻ സാധു വിചിന്യ സംയമധനാനുച്ചൈഹി കുലം ചാത്മന ത്വയ്യസ്യാഹ കഥമപ്യഭാന്തവകൃതാം സ്നേഹപ്രവൃത്തിം ച താം സാമാന്യ പ്രതിപത്തി പൂർവഗമിയം ദാരേഷു ദൃശ്യാ ത്വയാ ഭാഗ്യായത്തമദപരം നഖലു തദ്വാച്യം വധൂബന്ധുഭിഃ. ശ്ലോകം കേട്ടല്ലോ. അതിലെ ചോദ്യം ഇതാണ്. അസ്മിൻ ശ്ലോകെ ലബന്ധം അവ്യയം കിം? വിചിന്യ. ഉത്തരം ശരിയാണ്. വിചിന്യ ചിന്തിച്ചിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ശകുന്തള താപസ കന്യകയായിട്ടാണ് വ്യവഹാരങ്ങൾ അറിയാത്തവളാണല്ലോ. തപോധനയായിട്ട് വളർന്നവളാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റ് ഭാര്യമാരുണ്ട് അവിടെ. അപ്പോ മറ്റ് ഭാര്യമാർക്ക് കൊടുക്കുന്ന ആ പരിഗണന എന്റെ പുത്രിയായ ശകുന്തളയ്ക്കും നൽകണം. നിങ്ങൾ രണ്ടുപേരും ബന്ധുക്കളുടെ പ്രേരണ കൂടാതെ വിവാഹം കഴിച്ചു വന്നവരാണ്. അതുകൊണ്ട് അവളിൽ ഒരു പ്രത്യേക പരിഗണന നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്ന ബാക്കിയെല്ലാം തന്നെ ശകുന്തളയുടെ സൗഭാഗ്യം പോലെ വരട്ടെ. അതാണ് ഭാഗ്യായത്ത മതപരം നഖലു തദ്വാച്യം വധൂബന്ധുഭിഃ. വധൂബന്ധുക്കൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കിയെല്ലാം അവളുടെ സൗഭാഗ്യം പോലെ വരട്ടെ എന്നാണ് പറയുന്നത്. ഇതിലെ കാളിദാസൻ വളരെ മനോഹരമായ രീതിയിലാണ് ഈ ശ്ലോകം വരച്ചു കാട്ടുന്നത്. കണ്വ മഹർഷി പറയുന്ന വാക്കുകളാണിത്. ടീം എക്ക് 5 മാർക്ക്. 2 റൗണ്ടുകളിലായി ഓരോ ടീമിനും ലഭിച്ച ആകെ മാർക്ക് നമുക്ക് പരിശോധിക്കാം. ടീം എ 15 പോയിന്റ്, ടീം ബി 15 പോയിന്റ്, ടീം സി 20 പോയിന്റ്, ടീം ഡി 15 പോയിന്റ്, ടീം ഇ 23 പോയിന്റ്. ഇനി നമുക്ക് 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. കണ്വ മഹർഷി ശകുന്തളയെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ്. അതായത് ശകുന്തളയെ ഭർതൃഗൃഹത്തിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്ന വാക്കുകളാണ്. വത്സേ ത്വമിദാനീം അനുശാസനീയാസി വനൗകസോപി സന്തഹ ലോകജ്ഞാഹ വയം. ആ വാക്കുകൾ അറിയാമല്ലോ അല്ലെ? വനൗകസോപി, അതായത് വനൗകസഹ അധികം അപി, വനം തന്നെ
താമസമാക്കിയവൾ ആണ് എന്നറിയാം അല്ലെ. അപ്പോ ലോകജ്ഞാഹ വയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അറിവുള്ളവരാണ്, ലോകജ്ഞരാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ലോകജ്ഞാഹ ലോകം ജാനന്തി ഇതി ലോകജ്ഞാഹ ഏവം ചെയ്ത് അല്പജ്ഞാഹ. അല്പജ്ഞാഹ എന്ന പദത്തിന്റെ വിഗ്രഹവാക്യം വദതു. അല്പം ജാനന്തി ഇതി അല്പജ്ഞാതം. അല്പം ജാനന്തി ഇതി ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ശകുന്തളയോട് കണ്ണു മഹർഷി ഭർതൃഗൃഹത്തിലെ പ്രാപിച്ചാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കാളിദാസൻ വളരെ മനോഹരമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ആ ശ്ലോകം ഞാനിവിടെ വായിക്കാം. ശുശ്രൂഷസ്വ ഗുരൂൻ കുരു പ്രിയ സഖീ വൃത്തിം സപത്നീ ജനേ ഭർത്തു വിപ്രകൃതാഭിരോഷണതയാ മാ സ്മ പ്രദീപം ഗമഃ ഭൂയിഷ്ടം ഭവ ദക്ഷിണാ പരിജനേ ഭാഗ്യേഷനുത്സേകിനി യാന്ത്യേവം ഗൃഹിണീ പദം യുവതയോ വാമാഹ കുലസ്യാദയഃ. അസ്മിൻ ശ്ലോകേ ക്രിയാപദം കിം? യാന്തി. യാന്തി ഉത്തരം ശരിയാണ്. ഇവിടെ യാന്തി, ഭവ, കുരു ഇതെല്ലാം ക്രിയാപദമായിട്ട് തന്നെയാണ് വരുന്നത്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഇതേ ശ്ലോകത്തിലെ തന്നെ ഭാഗ്യേഷു അനുത്സേകിനി ഇത്യസ്യ പദച്ഛേദം വദതു. ഭാഗ്യേശഃ അധികം ഉത്സേകിനി. ടീം സി പറഞ്ഞിരിക്കുന്ന ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം ഡിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ചോദ്യം ഒന്നുകൂടി പറയാം. ഭാഗ്യേഷു അനുത്സേകിനി ഇത്യസ്യ പദച്ഛേദം വദതു. ഭാഗ്യേഷു അധികം അനുത്സേകിനി. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 3 പോയിന്റ്. അടുത്ത ചോദ്യം ഡിയോട് തന്നെയാണ്. ശകുന്തള ആശ്രമത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് കണ്ണു മഹർഷിയോട് ചോദിക്കുകയാണ്, ഇനി എപ്പോഴാണ് ഞാൻ ഈ ആശ്രമത്തിലേക്ക് വരേണ്ടത് എന്ന്. അപ്പോൾ കണ്ണു മഹർഷി പറയുന്ന വാക്കുകളാണ്, ഭൂത്വാ ചിരായ ചതുരന്ത മഹീസപത്നീ ധൗഷ്യന്തീമപ്രതിരഥം തനയം പ്രസൂയ ഭർത്താ തദർപ്പിത കുടുംബഭരേണ സാർദ്ധം ശാന്തേ കരിഷ്യസി പദം പുനരാശ്രമേ അസ്മിൻ. അസ്മിൻ ശ്ലോകേ ത്വാന്തം അവ്യയം കിം? ഈ ശ്ലോകത്തിലെ ത്വാന്തം അവ്യയം ഏതാണ്? ഭൂത്വ. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. പുനരാശ്രമേ അസ്മിൻ ഇതി സമസ്ത പദസ്യ പദച്ഛേദം. പദച്ഛേദം അല്ലെങ്കിൽ വിശ്ലേഷയത എന്നുകൂടി പറയും. പദച്ഛേദം ചെയ്തുകൊണ്ട് പറയും. പുനഃ അധികം ആശ്രമേ അധികം അസ്മി. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. ശകുന്തളയെ ഭർതൃഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം കണ്ണു മഹർഷിക്കും അതുപോലെ തന്നെ സഖിമാരായ അനസൂയ, പ്രിയംവദ എല്ലാവർക്കും ദുഃഖമാണെങ്കിലും അവിടെ ഒരു ആനന്ദവും കണ്ണു മഹർഷി അനുഭവിക്കുന്നുണ്ട്. അതായത് പെൺകുട്ടികൾ അന്യന്റെ സമ്പാദ്യമാണല്ലോ, പണയവസ്തുവാണല്ലോ, അത് ഏൽപ്പിക്കേണ്ടതായ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം അവിടെ കണ്ണു മഹർഷി അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ശ്ലോകമാണ് ഇവിടെ പറയുന്നത്. അർത്ഥോ ഹി കന്യാ പരകീയ ഏവ താമദ്യ സംപ്രേഷ്യ പരിഗ്രഹീതു ജാതോ മമായം വിശദപ്രകാമം പ്രത്യർപ്പിതന്യാസൈവാന്തരാത്മാ. അസ്മിൻ ശ്ലോകേ ലബന്ധം അവ്യയം കിം? ഈ ശ്ലോകത്തിലെ ലബന്ധം അവ്യയം ഏതാണ്? സംപ്രേഷ്യ. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഇതേ ശ്ലോകത്തിലെ തന്നെ അർത്ഥോഹി ഇത്യസ്യ പദച്ഛേദം വദതു. അർത്ഥഃ അധികം ഹി. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്.
അടുത്ത ചോദ്യം ടീം സിയോടാണ്. അർത്ഥോ ഹി കന്യാ പരകീയ ഏവ താമദ്യ സംപ്രേഷ്യ പരിഗ്രഹീതു ജാതോ മമായം വിശദപ്രകാമം പ്രത്യർപ്പിതന്യാസൈവാന്ധരാത്മാ. അസ്മിൻ ശ്ലോകേ പ്രസന്നഃ ഇത്യർത്ഥ പ്രതിപാദകം പദം കിം? ടീം സി ഉത്തരം പറഞ്ഞില്ല. ചോദ്യം ടീം ബിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. പ്രസന്നഃ എന്നർത്ഥം വരുന്ന പദം. ശ്ലോകം: അർത്ഥോ ഹി കന്യാ പരകീയ ഏവ താമദ്യ സംപ്രേക്ഷ്യ പരിഗ്രഹീതു ജാതോ മമായം വിശദപ്രകാമം പ്രത്യർപ്പിതന്യാസ ഇവാന്ധരാത്മാ. പ്രസന്നഃ എന്നർത്ഥം വരുന്ന പദം. അർത്ഥോഹി. ഉത്തരം തെറ്റാണ്. ടീം എക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയാം. പ്രകാമം അല്ല. ഉത്തരം ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം. വിശദ. ഉത്തരം ശരിയാണ്. ടീം ഡി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ടീം ഡിക്ക് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. മമായം ഇതി പദസ്യ പദച്ഛേദം മമായം. മമ അധികം അയം. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ഇതേ ശ്ലോകത്തിലെ തന്നെ പദമാണ്. പരസ്യ അയം എന്നതിന്റെ ഏകപദം രൂപം. പരസ്യ അയം അതിന്റെ ഏകപദം പരായം. ഉത്തരം ടീം എ പറഞ്ഞത് തെറ്റാണ്. ചോദ്യം ടീം ഇയിലേക്ക് പാസ് ചെയ്യുന്നു. പരോയം. അല്ല. ശ്ലോകം തന്നിട്ട് ചോദ്യം ചോദിക്കുന്ന രീതി അറിയാമല്ലോ. അപ്പോൾ അതിലുള്ള ഒരു പദമാണ് പരസ്യ അയം എന്നതിന്റെ ഏകപദം രൂപമാണ് പറയേണ്ടത്. അർത്ഥോഹി കന്യ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിലുള്ള പരസ്യ അയം എന്നതിന്റെ ഏകപദ രൂപം. അർത്ഥോഹി കന്യ പരകീയ ഏവ താമദ്യ സംപ്രേഷ്യ പരിഗ്രഹീതു ജാതോ മമായം വിശദപ്രകാമം പ്രത്യർപ്പിതന്യാസ ഇവാന്തരാത്മ. ഇതിലെ ചോദ്യത്തിന് 2 ടീമും ഉത്തരം പറഞ്ഞില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. പരകീയ. ഉത്തരം ശരിയാണ്. പരസ്യായം പരകീയ എന്നാണ് വേണ്ടത്. ടീം ഡി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ടീം ഡിക്ക് അഭിനന്ദനങ്ങൾ. പരസ്യായം മറ്റുള്ളവന് നൽകേണ്ടതായ. ഞാൻ ശ്ലോകത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഉചിതമായ കൈകളില് ശകുന്തളയെ ഏൽപ്പിച്ചപ്പോൾ കണ്ണിനുണ്ടായിരിക്കുന്ന ആനന്ദവും അതുപോലെ തന്നെ വൈക്ലഭ്യവും ഉണ്ട്. എങ്കിലും ഒരു ആനന്ദവും ഉണ്ട്. ഉചിതമായ കരങ്ങളിലാണല്ലോ ശകുന്തളയെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നത്. അപ്പോൾ അതായത് കന്യകമാര് എപ്പോഴും അന്യന്റെ പണയവസ്തുവായിട്ടുള്ളതാണ്. അത് തിരിച്ചേൽപ്പിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ പരസ്യ അയം മറ്റുള്ളവന് നൽകേണ്ടത് എന്ന അർത്ഥത്തിലാണ് പരകീയ പറഞ്ഞത്. പരസ്യ പരകീയ. 3 റൗണ്ടുകൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഈ റൗണ്ടിൽ നേടിയ പോയിന്റ് നില പരിശോധിക്കാം. ടീം എ 5 പോയിന്റ്, ടീം ബി 10 പോയിന്റ്, ടീം സി പോയിന്റ് ഒന്നും നേടിയിട്ടില്ല, ടീം ഡി 13 പോയിന്റ്, ടീം ഇ 10 പോയിന്റ്. മൂന്ന് റൗണ്ടുകളിലും ഓരോ ടീമും നേടിയിട്ടുള്ള ടോട്ടൽ പോയിന്റ് നില പരിശോധിക്കാം. ടീം എ 20 പോയിന്റ്, ടീം ബി 25 പോയിന്റ്, ടീം സി 20 പോയിന്റ്, ടീം ഡി 28 പോയിന്റ്, ടീം ഇ 33 പോയിന്റ്. ഇനി 4ാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം ടീം എയോടാണ്. ഈശോപദേശഃ ഇതി പാഠ്యాంശഃ കസ്മാത് കേരളീയ മഹാകാവ്യാത് സമാകലിതഃ. ക്രിസ്തുഭാഗവതം. ക്രിസ്തുഭാഗവതാത്. ശ്രദ്ധിക്കണം, കസ്മാത് എന്ന് ചോദിച്ചതുകൊണ്ട്. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ക്രിസ്തുഭാഗവതസ്യ കർത്താ കഃ? PC ദേവസ്യ. പ്രൊഫസർ PC ദേവസ്യ. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. സംസ്കൃത ഭാഷായാം രചിതം ക്രിസ്തുഭാഗവതം കസ്യ ജീവനചരിതം അവലംബ്യതേ? സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള ക്രിസ്തുഭാഗവതം ആരുടെ ജീവനചരിതമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? യേശുദേവസ്യ. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. യേശുദേവസ്യ ചരിതം അവലംബ്യ രചിതം പ്രഥമം കേരളീയ സംസ്കൃത മഹാകാവ്യം കിം?
യേശുദേവന്റെ ചരിതം അവലംബിച്ച് എഴുതിയ ആദ്യത്തെ കേരളീയ സംസ്കൃത മഹാകാവ്യം ഏതാണ്? ക്രിസ്തു ഭാഗവതം. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ക്രിസ്തു ഭാഗവതേ കതി സർഗാഹ സന്ധി. ക്രിസ്തു ഭാഗവതത്തിൽ എത്ര സർഗങ്ങളുണ്ട്? ത്രയസ്ത്രിംശത് സർഗാഹ. ഉത്തരം ശരിയാണ്. 33 സർഗങ്ങളാണ് ഉള്ളത്. ടീം ഇക്ക് 5 പോയിന്റ്. ചോദ്യം ഈശോപദേശഃ ഇതി പാഠ്యాంശഃ ക്രിസ്തു ഭാഗവതസ്യ കസ്മിൻ സർഗേ അന്തർഭവതി? സപ്തദശ സർഗേ. സപ്തദശ സർഗേ. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ശ്രീ യേശുദേവേന പർവ്വതോപരി സ്ഥിത്വാ കൃതഃ ഉപദേശഃ ഡാഷ് ഇതി അല്ലെങ്കിൽ കേന നാംന പ്രസിദ്ധഃ ഭവതി. യേശുദേവനാൽ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഉപദേശത്തെ ഏത് പേരിലാണ് പ്രസിദ്ധമായിരിക്കുന്നത്? ഗിരിപ്രഭാഷണം. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ക്രിസ്തു ഭാഗവതം കസ്മിൻ കാവ്യ വിഭാഗേ അന്തർഭവതി? മഹാകാവ്യേ. ഉത്തരം ശരിയാണ്. കേരളീയ മഹാകാവ്യമാണ് ക്രിസ്തു ഭാഗവതം. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. പ്രൊഫസർ PC ദേവസ്യ കസ്മിൻ വർഷേ ഭൂജാതഃ? षडधिक नवशतोत्तर सहस्रम. ഉത്തരം ശരിയാണ്. 1906 PC ദേവസ്യ ജനിച്ചത്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. PC ദേവസ്യ കസ്മിൻ വർഷേ ദിവംഗതഃ? षडोत्तर द्विसहस्रम. ഉത്തരം ശരിയാണ്. 2006 ഷഡോത്തര ദ്വിസഹസ്രം. ടീം എക്ക് 5 പോയിന്റ്. നാലാമത്തെ റൗണ്ടിൽ എല്ലാ ടീമും 10 പോയിന്റ് വീതം നേടിയിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. 4 റൗണ്ടുകളും പൂർണ്ണമായപ്പോൾ ഓരോ ടീമും നേടിയ ടോട്ടൽ സ്കോർ പരിശോധിക്കാം. ടീം എ 30 പോയിന്റ്, ടീം ബി 35 പോയിന്റ്, ടീം സി 30 പോയിന്റ്, ടീം ഡി 38 പോയിന്റ്, ടീം ഇ 43 പോയിന്റ്. നാളെ ഇതേ സമയം സംസ്കൃതം പ്രശ്നോത്തരി 2ാം ഭാഗം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ